കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിലെ നവീകരിച്ച കെട്ടിടത്തിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള സ്മാർട്ട് ക്ലാസ് മുറികളാണ് ഒരുക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്തുന്ന കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് വികസനത്തിന്റെ പാതയിലാണ്. നവീകരിച്ച കെട്ടിടത്തിന്റെ സമർപ്പണ ചടങ്ങ് വിശേഷാൽ പൂജകളോടുകൂടി നടന്നു. ലോകോത്തര സാങ്കേതിക സമൂഹത്തെ വാർത്തെടുക്കുന്നതിനായുള്ള നവോത്ഥാൻ പ്രൊജക്ടിന്റെ ഭാഗമായി സ്മാർട്ട് ക്ലാസ് റൂമുകൾ നവീകരിച്ചു. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ലാബ്, വർക്ക്ഷോപ്പുകളും ഓപ്പൺ ഓഡിറ്റോറിയവും സജ്ജമാക്കിയിട്ടുണ്ട്. മുംബൈയിൽ നിന്നും UAE-യിൽ നിന്നുമുള്ള വ്യവസായ പ്രമുഖരും ടെക്നിക്കൽ ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരും മുഖ്യാതിഥികളായി പങ്കെടുത്തു. 1964 കാഞ്ഞങ്ങാട് പോളിടെക്നിക് ആരംഭിക്കുന്നത്. നിത്യാനന്ദ സ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിന്റെ ശിഷ്യൻ ജനാനന്ദ സ്വാമികളാണ് നിത്യാനന്ദ വിദ്യാകേന്ദ്രം എന്ന സൊസൈറ്റി രൂപീകരിച്ചത്. പിന്നീട് കാഞ്ഞങ്ങാട് കുശാൽ നഗറിൽ 1966 സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് സ്ഥാപിതമായി. കേരള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും AICTEയുടെയും അംഗീകാരത്തോടുകൂടി ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളായ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ കോഴ്സുകൾ തുടങ്ങുകയുണ്ടായി. 1983 പുതുതായി സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കൂടി ആരംഭിച്ചു. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന എയ്ഡഡ് പോളിടെക്നിക്കുകളിൽ ഒന്നായി സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് മാറി. ഈ സ്ഥാപനത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ഒരുപാട് പേർ ഇന്ത്യയിലും വിദേശത്തുമായി ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്തു വരുന്നു. ഒട്ടനവധി പേർ സ്വന്തമായി വ്യവസായ സംരംഭങ്ങൾ നടത്തി വരുന്നുണ്ട്. നവോത്ഥാൻ 2025 ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ വ്യവസായികളായ അവർ ശേഖർ, സുരേന്ദ്ര കല്യാൺപൂർ, ഡോക്ടർ മണികണ്ഠൻ മേലത്ത്, സാങ്കേതിക വിദ്യാഭ്യാസ വിഭാഗം റീജിയണൽ ഡയറക്ടർ J. സുരേഷ് കുമാർ, മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ദിവാകർ ഷെട്ടി, സെക്രട്ടറി നരസിംഹ ഷേനായി, ഡയറക്ടർ മോഹനചന്ദ്രൻ നമ്പ്യാർ, പ്രിൻസിപ്പൽ M. ജയകൃഷ്ണൻ നായർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.